നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിൻ്റെ പുതിയ സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു GK ടോപ്പിക്കാണ് UN. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കായികമായിട്ട് റിലേറ്റഡ് അല്ലാതെ വരുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയിലാണ്. UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ. UN ചാർട്ടർ എന്നാണ് UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത്. UN പതാകയുടെ നിറം ഇളം നീല. UN പതാകയുടെ നിറം ഇളം നീല നിറമാണ്. UN-ൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാൻ. ഇപ്പം UN-ൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാൻ. UN-ൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം ചോദിക്കുവാണെങ്കിൽ തായ്വാൻ. UN-ൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം തായ്വാൻ. UN ചാർട്ടർ നിലവിൽ വന്ന തീയതി 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന തീയതിയും 1945 ഒക്ടോബർ 24. അപ്പം UN ചാർട്ടർ നിലവിൽ വന്ന തീയതിയും ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന തീയതിയും 1945 ഒക്ടോബർ 24. UN ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24. അപ്പം UN ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ച ദിവസം 1945 ഒക്ടോബർ 30. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 1945 ഒക്ടോബർ 30. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാരാണ്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചതാരാ? രാമസ്വാമി മുതലിയാർ. UN-ൻ്റെ പ്രധാന ഘടകങ്ങൾ നമുക്ക് നോക്കാം. UN-ൻ്റെ പ്രധാന ഘടകങ്ങൾ 6 എണ്ണമാണ് വരുന്നത്. പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി, രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ് പരിരക്ഷണ സമിതി, അത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നും പറയും. ഓക്കെ, അപ്പോൾ പരിരക്ഷണ സമിതി ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് 1994 പ്രവർത്തനം ആരംഭിച്ചതാണ്. അപ്പം നിലവിലില്ലാത്ത ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇപ്പോൾ UN-ൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പൊതുസഭ, ജനറൽ അസംബ്ലി. ഇപ്പോൾ 2 പേരിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ളത് കൊടുത്തേക്കുന്നത് 2 രീതിയിലും പഠിച്ചവർ കാണില്ല. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്ന് മനസ്സിലാകാനായിട്ടാണ്. ഇപ്പോൾ UN-ൻ്റെ പ്രധാന ഘടകങ്ങളിൽ വരുന്ന ഏതാ? പൊതുസഭ, ജനറൽ അസംബ്ലി, രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ് പരിരക്ഷണ സമിതി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അപ്പം പരിരക്ഷണ സമിതിയുടെ പ്രവർത്തനം 1994 മരവിപ്പിച്ചാണ്. അപ്പോൾ UN-ൻ്റെ നിലവിലില്ലാത്ത ഘടകം ചോദിച്ചാൽ ഏതാ? പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. UN-ൻ്റെ ഏറ്റവും വലിയ ഘടകം ഏതാ? പൊതുസഭ, ജനറൽ അസംബ്ലി. അപ്പോൾ UN-ൻ്റെ ഏറ്റവും വലിയ ഘടകം ചോദിച്ചാൽ പൊതുസഭ, ജനറൽ അസംബ്ലി. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. UN-ൻ്റെ സുപ്രധാനവും ശക്തവുമായ ഘടകം രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ. ഇപ്പോൾ UN-ൻ്റെ സുപ്രധാനവും ശക്തവുമായ ഘടകം ചോദിച്ചാൽ രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ. UN-ൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്ന ഏതാ? രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ. UN-ൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ.
രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 15. രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 15. UN രക്ഷാസമിതിയിൽ എത്ര സ്ഥിരാംഗങ്ങളുണ്ട്? 5. ഇപ്പോൾ UN രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. അവരെ P5 രാഷ്ട്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്ഥിരാംഗങ്ങളെ അറിയപ്പെടുന്നത് P5 രാഷ്ട്രങ്ങൾ എന്നാണ്. അത് അമേരിക്ക, ഫ്രാൻസ്, ചൈന, റഷ്യ, ഇംഗ്ലണ്ട്. അപ്പോൾ P5 രാഷ്ട്രങ്ങൾ, അതായത് UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക, ഫ്രാൻസ്, ചൈന, റഷ്യ, ഇംഗ്ലണ്ട്. UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങളായ രാഷ്ട്രങ്ങൾക്കുള്ള പ്രത്യേക അധികാരം വീറ്റോ പവർ. ഇപ്പോൾ UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങൾക്കുള്ള പ്രത്യേക അധികാരം എന്ന് പറയുന്നത് വീറ്റോ അധികാരമാണ്. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസാക്കാൻ വേണ്ട വോട്ട് 9 വോട്ട്. ഇപ്പോൾ രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസാക്കാൻ വേണ്ട വോട്ട് എന്ന് പറയുന്നത് 9 വോട്ടാണ്. അതിൽ 5 സ്ഥിരാംഗങ്ങളുടെ വോട്ട് നിർബന്ധമായും വേണം. അപ്പോൾ ഈ 9 വോട്ടിൽ 5 സ്ഥിരാംഗങ്ങളുടെ വോട്ട് നിർബന്ധമായിട്ടും നേടിയിരിക്കണം. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭ. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ്. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. UN സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക്. UN സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾമേൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരമുള്ള UN ഘടകം അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് മേൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള UN ഘടകം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് രൂപീകരിച്ചത് 1945 ജൂണിലാണ്. പ്രവർത്തനം ആരംഭിച്ചതാണെങ്കിൽ 1946 ഏപ്രിലിൽ. അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് രൂപീകരിച്ചതാണെങ്കിൽ 1945 ജൂണിലും പ്രവർത്തനം ആരംഭിച്ചതാണെങ്കിൽ 1946 ഏപ്രിൽ. ഇനി ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹേഗ്, നെതർലാൻഡ്സിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലാൻഡ്സിലാണ്. അതിലെ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 15 അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15. അവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷകൾ വരുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും. UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോ. UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. സാമ്പത്തിക സാമൂഹിക സമിതി, അതായത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. സാമ്പത്തിക സാമൂഹിക സമിതി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ആസ്ഥാനം വരുന്ന എവിടെയാണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി ഏതാ? അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ചാർട്ടറാണ്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം നടന്നത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ് 1945 ജൂൺ 20. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം നടന്നത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ് 1945 ജൂൺ 20. UN-ൻ്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6. ഇപ്പോൾ UN-ൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് 6 എണ്ണമാണ്. അപ്പോൾ അതൊരു കോഡായിട്ട് ഓർക്കുവാണെങ്കിൽ ഫ്രസ്ക എന്ന് ഓർക്കുവാണെങ്കിൽ ഫ്രഞ്ച്, റഷ്യന്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്ക്. ഇപ്പോൾ ഫ്രസ്ക ഓർക്കുവാണെങ്കിൽ F, ഫ്രഞ്ച്, റഷ്യന്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്ക്.
ഓക്കെ, UN ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ ചോദിക്കുവാണെങ്കിൽ അറബി. UN ഭാഷകളിൽ ഏറ്റവും ഒടുവിലായിട്ട് അംഗീകരിക്കപ്പെട്ട ഭാഷയാണെങ്കിലോ അറബി. അപ്പോൾ ഇത് CSEBയുടെ പുതിയ സിലബസ് പ്രകാരം യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് ടോപ്പിക്കിൻ്റെ കുറച്ച് ഭാഗമേ ആയിട്ടുള്ളൂ. ഇനി പാർട്ട് 2ഉം 3ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ GKയുടെ പോർഷൻസ് എല്ലാം നമ്മുടെ GKയുടെ ഫോൾഡറിൽ തന്നെ ആഡ് ചെയ്ത് ഇടാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.